ഫസ്റ്റ് ഇത് ഇൻസ്പയർഡ് ആയത് ഞാൻ മറ്റേ ഇതിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു, മറ്റേ AR റഹ്മാന്റെ മ്യൂസിക് സിസ്റ്റം എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയണമായിരുന്നു. പിന്നെ രണ്ടാമത് മറ്റേ നമ്മളെ മ്യൂസിക്കൽ ഡിസ്പ്ലേ ലൈറ്റ്സ്, അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഒരു വർക്കിലൊരു സംഭവം കാണുന്നത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. പിന്നെ ഇപ്പൊ എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മളൊരു വലിയ കാറ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഇവിടുത്തെ ബട്ടൺസ് കുറെ ഈ പറഞ്ഞ കുറച്ചൊരു ഹൈലി വേരിയന്റ് നമ്മൾ ബ്രാൻഡഡ് കാറ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടുത്തെ സ്വിച്ച് ബട്ടൺസ് ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ആണ്, എലഗന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളായിട്ട് നമുക്കിപ്പം എല്ലാ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഇവിടെ തന്നെ വരുമോ? അത് സ്റ്റിയറിംഗിലുണ്ടോ? സ്റ്റിയറിംഗ് ഭയങ്കര എന്താ പറയാ സ്ലീക്കാണ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്റ്റിയറിംഗ് വീൽ വരെ കോക്പിറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഒരു പൈലറ്റ് ഇൻസ്പയർഡ് ആണ്. ഇൻസ്റ്റഡ് ഓഫ് ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് എഗൈൻ ഈ ഒരു ഗിയർ ലിവർ സാർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതും ഒരു ഫ്ലൈറ്റ് ഇൻസ്പയർഡ് ആണ് ഈ ഗിയർ സെലക്ടർ വരുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് സിസ്റ്റം AR റഹ്മാന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് തന്നെയാണ് റിയലി 16 സ്പീക്കേഴ്സിന്റെ ട്യൂണിങ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 16 സ്പീക്കേഴ്സ് ഉണ്ടോ? പിന്നെ സ്പീക്കേഴ്സ്. പിന്നെ വരുന്നത് മെയിൻലി ഇതിന്റെ മേജർ പ്രോമിസിംഗ് ഫാക്ടർ ഇതിന്റെ റേഞ്ച് തന്നെയാണ് 500+ കിലോമീറ്റേഴ്സ്. ഓക്കെ. എങ്ങനെ ഓടിച്ചാലും സാർ നോർമലി നമ്മളിപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുവാണെങ്കിൽ 500+ കിലോമീറ്റേഴ്സ് കിട്ടുമോ? നോർമലി സാർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഉറപ്പല്ല. ബട്ട് ഈ വെഹിക്കിൾ നമുക്ക് എന്തായാലും 500 അതിൽ ഇത്രയും വലിയൊരു വെഹിക്കിൾ 500 കിട്ടണമെന്ന്. കാരണം ബിഗർ ബാറ്ററി വരുന്നുണ്ട്, അതുകൊണ്ട് ഈസിലി സാറിന്റെ ഒരു ബിസി ഷെഡ്യൂളിൽ സാർ എറണാകുളം ഡ്രൈവ് വിതൗട്ട് ചാർജിങ് സാറിന് പോയിട്ട് വരാം. ഇൻ ബിറ്റ്വീൻ ഒരു ഹാൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈസിലി എവിടെ പോകണ്ട, വീട്ടിൽ നിന്ന് തുടങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ ഒരു പ്രോമിസ് എന്തായാലും സാർ ഇവിടെയാണ് കൺട്രോൾസ് എല്ലാം വരുന്നത്. സാറിന് ഇപ്പൊ കാണാം, ഈ കുറച്ചുകൂടി ഇന്റേണലി സാറിന് കാണാം ആംബിയന്റ് ലൈറ്റ്സ്, റൂഫ് സറൗണ്ടിങ്സിനെല്ലാം ഈ ഒരു കളേഴ്സ് ഇവിടെയായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ് അത് വളരെ ഒരു കോസി അറ്റ്മോസ്ഫിയർ ആയിരിക്കും വരാൻ. ഭയങ്കര ഭംഗിയായിരിക്കും എസ്പെഷ്യലി ഇൻ ദ നൈറ്റ്. ഈ സംഭവം നമുക്ക് ഈ സ്ട്രിപ്സ് നമുക്ക് ഡോറിൽ വരുമോ? ഡോറിൽ സ്ട്രിപ്സ് അല്ല, ഒരു LEDs ആണ് വരുന്നത്. അതും വരും. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടുന്ന മ്യൂസിക്കിനനുസരിച്ച് പ്ലേ ആവും. ആക്ച്വലി ഇതൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് മ്യൂസിക് ഔട്ട് കുറഞ്ഞ കാരണം ഈ കാണുന്ന ലൈൻ അവിടെ ഡ്രൈവർ സൈഡിലേക്ക് അത്. ബട്ട് ഈ സൈഡിൽ അത് ഈ എസ്പെഷ്യലി V9 വരുമ്പോൾ അത് ഫുള്ള് വരും. ഓക്കെ. 9 ആയിരിക്കും സാറിന്റെ ഒരു കംഫർട്ടബിൾ. ഹലോ, അപ്പൊ ഞാൻ V6 എക്സ്പീരിയൻസ് ചെയ്തു. ഒരു എന്താ പറയുക, നമുക്കൊരു വേറൊരു ഡിഫറെന്റ് പാറ്റേൺ വെഹിക്കിളാണ്. ഒരു മോട്ടോർ എന്തൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇലക്ട്രിക്കൽ ഞാൻ വളരെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മഹീന്ദ്രയുടെ തന്നെ ഒരു വെഹിക്കിൾ ഓടിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. മാത്രമല്ല എൻ്റെ ആ ഒരു അകത്തെ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആണ് വണ്ടി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും മറ്റുള്ള വെഹിക്കിൾസിലൊന്നും കാണാത്ത കുറെ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് ക്വാളിറ്റി, എൻ്റെ ക്ലാരിറ്റി, മറ്റേ AR റഹ്മാൻ തന്നെ അതിനകത്ത് ട്യൂൺ ചെയ്ത മ്യൂസിക് ഒക്കെ ഞാൻ കേട്ട് അതും കൂടെ കേട്ടിട്ടാണ് ഞാൻ വന്നത്. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് നെക്സ്റ്റ് വെഹിക്കിൾ എന്നുള്ള എനിക്ക് ഉള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു വെഹിക്കിൾ തന്നെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. താങ്ക് യു.